ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇത് സ്വിഫ്റ്റ് പെട്രോളാണ്. പെട്രോളിൻ്റെ വാൽവ് പാക്കിങ് പോയിട്ട് ഓയിൽ ലീക്ക് ആകും. ഈ ഓയിൽ ലീക്ക് നല്ല ഓയിൽ ലീക്കായിട്ട്, ഈ കാണുന്ന നല്ല ഓയിൽ ലീക്കാണ്. ഓയിൽ ലീക്കായിട്ട് അതിൽ ഡസ്റ്റ് കയറി പിടിച്ചിരിക്കുകയാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് വാൽവ് കവർ പാക്കിങ് മാറണം. വാൽവ് കവർ പാക്കിങ് മാറാനായിട്ട് വാൽവ് കവർ അഴിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി എയർ ഫിൽറ്റർ അഴിച്ചെടുത്തു. ഇതാണ് അതിൻ്റെ എയർ ഫിൽറ്റർ നമ്മൾ അഴിച്ചെടുത്തു. എയർ ഫിൽറ്റർ അഴിച്ചെടുക്കുമ്പോൾ ഇവിടെ ഒരു സോക്കറ്റ് വരുന്നുണ്ട്, സെൻസറിൻ്റെ സോക്കറ്റ്. ആ സോക്കറ്റ് അഴിച്ചു വിടുക, ഹോസ് അഴിച്ചു വിടുക. അതുപോലെ തന്നെ ഇവിടെ വരുന്ന ബ്രീത്തറിൻ്റെ എയർ ഹോസ് അഴിക്കുക. ഓക്കെ, അത് അഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എയർ ഫിൽറ്ററിൻ്റെ യൂണിറ്റ് സിമ്പിളായിട്ട് ഊരിയെടുക്കാം. ഇനി നമുക്ക് വാൽവ് കവർ അഴിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിൽ ഒരു 10-ൻ്റെ 2 ബോൾട്ട് വരുന്നത് നമ്മൾ ഓൾറെഡി അഴിച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് എയർ ഫിൽറ്റർ ലോക്ക് ചെയ്യുന്ന ലൊക്കേഷൻ വരുന്നത്. എയർ ഫിൽറ്ററിൻ്റെ ബോഡി ലോക്ക് ആവുന്ന 2 പിന്നാണ് ഈ വരുന്നത്. അത് നമ്മൾ അഴിച്ചെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ കണക്ഷൻ പിടിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി കണക്ഷൻ പിടിച്ചു. ഈ കണക്ഷൻ വരുന്നത് എയർ ഫിൽറ്ററോട്ടാണ്. അത് നമ്മൾ ഊരിയിട്ടുണ്ട്. ഇനി ചുറ്റു ബോൾട്ടുകളുണ്ട്. 1, 2, 3, 4, 5, 6. ഓക്കെ, 6 ചുറ്റു ബോൾട്ടുകൾ 10-ൻ്റെയാണ്. നമ്മൾ ഓൾറെഡി അഴിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ അഴിച്ചെടുത്തു. ഇനി നമുക്ക് പ്ലഗിൻ്റെ കോഡ് വയറുകൾ, അതിൻ്റെ കോയിൽ അഴിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഓൾറെഡി അത് നമ്മൾ അഴിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് തന്നെ അത് അഴിച്ചെടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് സ്വിച്ച് ബോൾട്ടുകളെല്ലാം നമ്മൾ ഓൾറെഡി അഴിച്ചു വെച്ചിട്ടുണ്ട്. ഈ ഓയിൽ ലീക്ക് ഉണ്ട്, നല്ല ഓയിൽ ലീക്കാണ്. വാൽവ് കവർ പാക്കിങ് കാലങ്ങളായിട്ടേ മാറാതെ വന്നിട്ട് വാൽവ് കവർ പാക്കിങ് അമങ്ങിപ്പോയിട്ട് വരുന്ന ലീക്കാണ് വരുന്നത്. ഓക്കെ, വാൽവ് കവർ നമുക്കിനി ഈസി ആയിട്ട് തന്നെ പൊക്കിയെടുക്കാം. ഓക്കെ, ഈ ഭാഗത്തൂടെ ഓയിൽ, ഇത് ശരിക്കും ഓയിൽ താഴോട്ട് പോയതിൻ്റെ പാടുകളാണ് കാണുന്നത്. വാൽവ് കവർ പാക്കിങ് പോയിട്ട് ഓയിൽ ഈ ഭാഗത്തു കൂടെയാണ് ഏറ്റവും കൂടുതലായിട്ട് പോയ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പാക്കിങ് മാറണം. അതിന് മുമ്പായിട്ട് ഇതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ സൈഡ് മൊത്തം നല്ലപോലെ ക്ലീൻ ചെയ്യുക, ഈ ഭാഗങ്ങളെല്ലാം ക്ലീൻ ചെയ്യുക. ഓക്കെ, നമുക്ക് വാൽവ് കവറിൽ എന്താണ് അതിൻ്റെ സ്ഥിതി എന്ന് നോക്കാം. ഇതാണ് നമ്മൾ അഴിച്ചെടുത്ത വാൽവ് കവർ. ഓക്കെ, ഈ പാക്കിങ് ശരിക്കും ഈ ഭാഗങ്ങളൊക്കെ ശരിക്കും അമങ്ങിപ്പോയിട്ട് ഇത് ഈ മെറ്റലിനോട് അലുമിനിയം ബോഡിയോട് ഈക്വലായി, അതായത് അതുകൊണ്ടാണ് ഓയിൽ ഇതുവഴി ഇറങ്ങിപ്പോകുന്നത്. ഓക്കെ, ഇത് നമുക്ക് ഊരിയെടുക്കാം. നമ്മളിപ്പോൾ അത് ഊരിയെടുത്തിട്ട് നോക്കാം. അതായത് നല്ല ഹാർഡായിപ്പോയി, റബ്ബറിൻ്റെ പാക്കിങ് വന്നിട്ട് നല്ലപോലെ ഹാർഡായി, കാലപ്പഴം കൊണ്ട് തന്നെ വരുന്നതാണ്. പാക്കിങ് നല്ലപോലെ അമങ്ങിപ്പോയി, അത് എടുക്കാൻ തന്നെ പാടാം. നമ്മളത് കുത്തിയെടുത്തിട്ടുണ്ട്. മെറ്റൽ നല്ലപോലെ, റബ്ബർ നല്ലപോലെ കട്ടി, ശരിക്കും പറഞ്ഞാൽ തടിയുടെ അതേപോലെ ഹാർഡായിപ്പോയി. ഓക്കെ, ഇതാണ് അതിൻ്റെ പാക്കിങ്. നല്ലപോലെ ഹാർഡായിട്ട് ഈ ഭാഗം ഒതുങ്ങി, അതായത് കുറേ കാലപ്പഴക്കം കൊണ്ടാണ് വന്നത്. അങ്ങനെയാണ് ഓയിലെല്ലാം കൂടെ ലീക്കായത്. ഓക്കെ, ഇത് നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. അതിന് മുന്നേ നമുക്കിതെല്ലാം ക്ലീൻ ചെയ്യണം. ഇതിനകത്ത് ഡസ്റ്റുകൾ, അഴുക്ക്, അതെല്ലാം മണ്ണും പൊടിയും എല്ലാം എടുത്ത് കളയേണ്ടതായിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമുക്കിതിൻ്റെ പാക്കിങ് മാറണം. ഓക്കെ, നമുക്ക് ക്ലീൻ ചെയ്യാം. നമ്മളിപ്പോൾ പുതിയ വാൽവ് കവർ പാക്കിങ് മേടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഫുള്ള് ഡസ്റ്റായിട്ടിരുന്നത് ഓയിലിൻ്റെ അഴുക്കുകളെല്ലാം എടുത്ത്, അതിന് ഉള്ളിലെ അഴുക്കുകളെല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് സെറ്റ് ചെയ്യണം. ഓക്കെ, ഇത് ഇപ്പം അതായത് പഴയത് നല്ല ഹാർഡായിട്ടിരുന്നതാണ്. ഇതുപോലെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വാൽവ് കവർ പാക്കിംഗ് ആണ് ഇതിന് വരുന്നത്. പക്ഷേ ഫുള്ള് ഹാർഡായിട്ടാണ് ഉണ്ടായിരുന്നത്, അതായത് കാലപ്പഴക്കം കൊണ്ട് വന്നതാണ്. ഓക്കെ, നമുക്കിനി ഇത് സെറ്റ് ചെയ്യണം. നമുക്ക് സെറ്റ് ചെയ്യാം.
ഓക്കെ, നമ്മളത് സെറ്റ് ചെയ്യാൻ പോകുന്നു. ജസ്റ്റ് ഒരു 4 മൂലക്കായിട്ട് ചെറിയ ബോണ്ട് വെച്ചിട്ടുണ്ട്. കാരണം എഡ്ജ് വരുന്ന ഭാഗത്ത് ശകലം ബോണ്ട് നമ്മൾ തേച്ചിട്ടുണ്ട്. സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഫിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഈ ഗ്രൂവിൽ ജസ്റ്റ് താഴോട്ട് ഇറങ്ങി കിടക്കുക എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഫിറ്റ് ഇപ്പോൾ എല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് കയറ്റി വെച്ചതിന് ശേഷം ജസ്റ്റ് വിരൽ കൊണ്ടോ അല്ലെങ്കിൽ സ്പാനറിൻ്റെ എഡ്ജ് കൊണ്ട് ജസ്റ്റ് ഫുള്ള് പ്രസ് ചെയ്ത് വിടുക. ഓക്കെ, ഇനി നമ്മൾ ഫിറ്റ് ചെയ്യേണ്ട ഭാഗമെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇതെല്ലാം ക്ലീൻ ചെയ്തു. ഫുള്ള് ഡസ്റ്റായിട്ടിരുന്നത് ഓയിലും കരിയെല്ലാം കൂടെ പിടിച്ചിരുന്നത് നല്ലപോലെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വാൾവ് കവർ ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ മുകളിൽ ബോണ്ട് തൂക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. കാരണം ഇത് റബ്ബർ ടൈപ്പ് ആയതുകൊണ്ട് ടൈറ്റ് ആകുമ്പോൾ തന്നെ ഈ ഗ്രൂ ടൈറ്റ് ആയിക്കോളും. ഓക്കെ, ഇനി നമുക്കത് ഫിറ്റ് ചെയ്യാം. ജസ്റ്റ് ഇതാണ് മെയിനായിട്ട് നോക്കേണ്ടത്. സ്പാർ പ്ലഗിൻ്റെ ഭാഗങ്ങൾ മെയിനായിട്ട് നോക്കണം. ഓക്കെ, ഇനി നമുക്ക് ബോൾട്ടുകൾ ഇടാം. ചുറ്റു ബോൾട്ടുകൾ ഇടുക, ടൈറ്റ് ചെയ്യുക. ഓവർ ടൈറ്റ് ഈ പറഞ്ഞ പോലെ ഓവർ ടൈറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇനി നമ്മൾ ബോൾട്ടുകൾ ഇട്ട് കഴിഞ്ഞു. ഇനി അത് ഫുൾ ടൈറ്റ് ചെയ്യുക. ഓക്കെ, നമ്മളിപ്പോൾ പ്ലഗ് അങ്ങനെയുള്ളതെല്ലാം ഫിറ്റ് ചെയ്തു. അതുപോലെ തന്നെ പ്ലഗിൻ്റെ സോക്കറ്റുകൾ, ഒരു സോക്കറ്റ് ഈ സൈഡിൽ വരുന്നു, അതേപോലെ തന്നെ മറു സോക്കറ്റ് ഈ സൈഡിലും വരുന്നു. ഓക്കെ, അതുപോലെ നമ്മൾ ഈ കണക്ഷൻ കൊടുത്തു, എയറിൻ്റെ കണക്ഷൻ കൊടുത്തു. അതുപോലെ തന്നെ ഈ ക്ലാമ്പ് ഫിറ്റ് ചെയ്തു. ഇത് എയർ ഫിൽറ്റർ വരുന്ന കണക്ഷനാണ്, എയർ ഫിൽറ്ററുമായിട്ട് വരുന്ന കണക്ഷനാണ്. അതുപോലെ തന്നെ ഈ സോക്കറ്റാണ് എയർ ഫിൽറ്ററിൽ കണക്റ്റ് ആയിട്ട് വരുന്നത്. എയർ ഫിൽറ്ററിൻ്റെ ബോഡിയിൽ കണക്റ്റ് ആയിട്ട് വരുന്ന സെൻസറിൽ കണക്ട് ചെയ്ത് വരുന്ന സോക്കറ്റ്. ഓക്കെ, ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് ഈ വാൾവ് കവർ പാക്കിങ് സ്വിഫ്റ്റ് പെട്രോളിൻ്റെ എങ്ങനെയാണ് മാറുന്നതെന്നാണ്. നമ്മൾ സിമ്പിളായിട്ട് മാറുന്നതെന്നാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.